ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേരള HSA ഹൈസ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മെത്തഡോളജി പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. തമിഴ് മീഡിയം എക്സാമിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള മെത്തഡോളജി ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, മെത്തഡോളജി പാർട്ട്. അപ്പോൾ നമുക്ക് പാർട്ട് എ മൊത്തത്തിൽ ഇംഗ്ലീഷിലാണ് വരുന്നത്. പാർട്ട് എയിൽ റിനൈസൻസ്, ജനറൽ നോളജ്, അതുപോലെ മെത്തഡോളജി അല്ലെങ്കിൽ സൈക്കോളജി പാർട്ട് വരുന്നുണ്ട്. അതിൽ ഈ ദിവസം 2/7/2023 നടന്ന എക്സാമിന്റെ മെത്തഡോളജി പാർട്ടിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനു മുമ്പ് HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4,999 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്യുന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പാർട്ടും നമ്മൾ കവർ ചെയ്യാറുണ്ട്. ജനറൽ പാർട്ട് വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആൻസർ. Education is a bipolar as well as tripolar process. Education is a psychological process. Education is not literacy. Education is more than instruction and teaching. Option 1 ഉം 2 ഉം correct ആണ്. All of the statement are correct. Only 2 and 4 correct. Only 3 and 4 correct. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ താഴെ കമൻ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു 10 സെക്കൻഡ് ടൈം ഞാൻ നിങ്ങൾക്ക് തരാം. കമന്റ് ചെയ്യുക താഴെ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയാം. ഓൾ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ബൈപോളർ എഡ്യൂക്കേഷൻ എന്താണ്? ബൈപോളറുമാണ്, ട്രൈപോളറുമാണ്. അതുപോലെ തന്നെ ഇതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. ലിറ്റററി അല്ലെങ്കിൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു സംഭവം അല്ല എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ അതിനേക്കാളും ബ്രോഡാണ്, അതിനേക്കാളും വലിയൊരു കാര്യമാണ്. ലിറ്ററസി ജസ്റ്റ് എഴുതാനും വായിക്കാനും മാത്രം അറിയുന്ന ഒരു സംഭവമാണ് ലിറ്ററസി. എഡ്യൂക്കേഷൻ ഈസ് മോർ ദാൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ടീച്ചിങ്. അത് നമുക്കറിയാം. ഇൻസ്ട്രക്ഷൻ അതായത് സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഇന്നതുപോലെ വർക്ക് ചെയ്യണം എന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് മാത്രമല്ല. എഡ്യൂക്കേഷന് ഒരു ബ്രോഡായിട്ടുള്ളതും അതുപോലെ ഒരു വ്യക്തിയുടെ മരണം വരെയും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ബൈപോളാർ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇൻവോൾവ്സ് ദ ടീച്ചർ ആൻഡ് ചൈൽഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബൈപോളാറുമാണ്, ട്രൈപോളാറുമാണ്. ഇപ്പോൾ ബൈപോളാർ പ്രോസസ് എന്ന് പറയുമ്പോൾ ടീച്ചറും കുട്ടിയും അതിൽ അടങ്ങിയിരിക്കുന്നു. അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു ഷെയർഡ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ജോൺ ആഡംസ് ആണ്. ട്രൈപോളാർ പ്രോസസ് എന്ന് അത് പറഞ്ഞിരിക്കുന്നത് ജോൺ ഡ്യൂയി ആണ്. അതുപോലെ അതിന്റെ പാർട്ട് വരുന്നത് ടീച്ചറും കുട്ടിയും അതുപോലെ തന്നെ സൊസൈറ്റിയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ട്രൈപോളാറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ദ ചിൽഡ്രൻസ് ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ഇൻ ആൻഡ് ത്രൂ ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റിയിലൂടെയാണ് എഡ്യൂക്കേഷൻ നടക്കുന്നു എന്നാണ് ജോൺ ഡ്യൂയി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയും അതുപോലെ ടീച്ചറും എല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ എഡ്യൂക്കേഷന്റെ എയിംസ്, കണ്ടന്റ്, മെത്തേഡ് ഓഫ് ടീച്ചിങ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ലിറ്ററസി പറഞ്ഞതുപോലെ തന്നെ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ അതൊരു ബ്രോഡ് കൺസെപ്റ്റ് ആണ്. ഇൻക്ലൂഡ്സ് നോളജ്, സ്കില്ല് ആൻഡ് എബിലിറ്റി ടു അപ്ലൈ ദ നോളജ് ഇൻ പ്രാക്ടിക്കൽ വേ. അപ്പോൾ പ്രാക്ടിക്കൽ വേസിൽ നമുക്ക് നമ്മുടെ നോളജ്, സ്കില്ല്, എബിലിറ്റി എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സ്കിൽസ് അല്ലെങ്കിൽ കഴിവുകൾ. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ഷനും ടീച്ചിങ്ങും മാത്രമല്ല, എഡ്യൂക്കേഷൻ അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. എഡ്യൂക്കേഷൻ ഈസ് മോർ അബൌട്ട് പ്രൊവോക്കിംഗ് ആൻഡ് ലിബറേഷൻ. അപ്പോൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് എഡ്യൂക്കേഷൻ. അതായത് നമ്മുടെ ഒരു സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് ഇൻസ്ട്രക്ഷൻ ഇന്നതുപോലെ ചെയ്യണം എന്ന് പറയുന്നൊരു സിസ്റ്റം അല്ല എഡ്യൂക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പർപ്പസ് ഓഫ് ഹോംവർക്ക് ഈസ്
to provide remedial measure to backward children, to develop a habit of reading regularly among the student, to give chance to every child to process at their own speed, to promote the children's hobbies. അപ്പോൾ ഹോംവർക്കിന്റെ പർപ്പസ് എന്തെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1, 2 and 4, 2, 3 and 4, 1, 3 and 4 കറക്റ്റ്, 1, 2 and 3 കറക്റ്റ്. അപ്പൊ ഇതിൽ കറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു 10 സെക്കൻഡ് ടൈം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം എപ്പോഴത്തേക്കും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം ഈ എക്സാം അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് എത്രണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സോ നമുക്കിതിന്റെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്കറിയാം. ഹോബി ഒഴികെ ബാക്കിയെല്ലാം ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഓപ്ഷൻ 1, 2 and 3. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഈസ് റിലേറ്റഡ് ടു ഡോൾട്ടൺ പ്ലാൻ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, പ്രോജക്റ്റ് മെത്തേഡ്, കിൻഡർ ഗാർഡൻ മെത്തേഡ്. പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് എത്രത്തോളം കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാവുന്നതാണ്. നമ്മൾ സ്റ്റഡി അല്ലെങ്കിൽ പഠനത്തിന്റെ ലെവൽ എവിടെ നിൽക്കുന്നത് നമുക്ക് നോക്കാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്കറിയാവുന്നതാണ്. പ്രോജക്റ്റ് മെത്തേഡാണ്. യൂട്ടിലിറ്റി ഉപയോഗമുള്ള കാര്യങ്ങൾ, അതായത് പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് പഠിക്കുന്നു, അത് യൂട്ടിലിറ്റി എന്ന പ്രിൻസിപ്പളിന് അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്താണ് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് പ്രിൻസിപ്പിൾ എന്നും പറയാറുണ്ട്. അത് പറയുന്നത് എന്താണ്? ആക്ഷൻ ഷുഡ് ബി ജഡ്ജ്ഡ് ബൈ ദി യൂസ്ഫുൾനെസ് ആൻഡ് ടെൻഡൻസി ടു ഇൻക്രീസ് ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ കളിക്കാൻ പോകാറുണ്ട്, പഠിക്കാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പല റീസൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ യൂട്ടിലിറ്റി നമുക്ക് ഉപയോഗപ്രദമാവും, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ ഉപയോഗം അനുസരിച്ചും അതുപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് കൂട്ടുന്നതിനും അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. അത് നമ്മൾ എഡ്യൂക്കേഷനിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രോജക്റ്റ് മെത്തേഡ്, അത് യൂസ്ഫുൾനെസ്സിന്റെ ഒരു കൺസെപ്റ്റിൽ വരുമ്പോഴത്തേക്കും പ്രോജക്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് അവർ വളർന്ന ശേഷം അല്ലെങ്കിൽ പിന്നീട് റിയൽ വേൾഡ് സിറ്റുവേഷനിൽ യൂസ്ഫുൾ ആവുന്നതാണ് പ്രോജക്റ്റ്. നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്യുന്ന പ്രോജക്റ്റും സ്കൂളിൽ ചെയ്ത് കാണിക്കുന്ന പ്രോജക്റ്റ് എല്ലാം പിന്നീട് അത് സൊസൈറ്റിക്കും ഉപയോഗമായിട്ട് വരും, കുട്ടികൾക്കും ഉപയോഗമായിട്ട് വരും. അപ്പോൾ ആ ഒരു ഐഡിയയിൽ വരുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് ആൻസർ ഈസ് പ്രോജക്റ്റ് മെത്തേഡ്. അപ്പോൾ സ്റ്റുഡൻസിനും സൊസൈറ്റിക്കും യൂസ്ഫുൾ ആയി വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ആൻഡ് ആൻസർ. Micro teaching enabled the teacher trainee to learn and assimilate new teaching skill under controlled condition. Discussion method was widely used in Nalanda University. Maxims of teaching helps teacher, student and parent equally in teaching learning process. All statements are true. Only 1 and 2 correct. True. Only 2 and 3 true. All statements are false. ഇതിന്റെ ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് അറിയാവുന്ന പോലെ ഡിസ്കഷൻ മെത്തേഡാണ് നളന്തയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മൈക്രോ ടീച്ചിങ് കൺട്രോൾഡ് കണ്ടീഷനിൽ പുതിയ ടീച്ചിങ് മെത്തേഡ്സ് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനീസ് അവർക്ക് പഠിക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു കണ്ടീഷനാണ് അല്ലെങ്കിൽ ഒരു ഇതാണ് മൈക്രോ ടീച്ചിങ്.
So answer is option B, only 2 and 1 and 2 true. മാക്സിംസ് ഓഫ് ടീച്ചിങ് അത് ടീച്ചറിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ആരെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി. പാരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിൽ. മാക്സിംസ് ഓഫ് ടീച്ചിങ് ടീച്ചറും സ്റ്റുഡൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ടീച്ചർ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്നതാണ് മാക്സിംസ് ഓഫ് ടീച്ചിങ്. So answer is option B, only 2, 1 and 2 correct. മാക്സിംസ് ഓഫ് ടീച്ചിങ് അതുപോലെ തന്നെ മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ വരുന്നതായിരിക്കും. അതാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദി കറക്റ്റ് ആൻസർ. ഓൾ മോഡേൺ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആർ ബേസ്ഡ് ഓൺ ദി ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ. The Secondary Education Commission 1952-53 recommended a diversified curriculum with a core subject at a higher secondary stage. Principle of variety is related to reinforcement. All statements are correct. Only 1 and 3 correct. 2 and 3 correct. 1 and 2 correct. ഇതിന് ആൻസർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു 10 സെക്കൻഡ് ടൈം തരാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അത് തന്നെയായിരുന്നു. കരിക്കുലം ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ കരിക്കുലമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. കരിക്കുലം ഓൾ മോഡേൺ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആർ ബേസ്ഡ് ഓൺ ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ റെക്കമെൻഡഡ് എ ഡൈവേഴ്സിഫൈഡ് കരിക്കുലം. അപ്പോൾ കരിക്കുലം ആണെന്ന് ഞാൻ പറഞ്ഞു. വിത്ത് കോർ സബ്ജക്റ്റ് അറ്റ് ഹയർ സെക്കൻഡറി സ്റ്റേജ്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി ഈസ് റിലേറ്റഡ് ടു റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഈ ക്വസ്റ്റ്യൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? കരിക്കുലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ടതല്ല. ഏത്? പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി. അത് പകരം കരിക്കുലവുമായി ബന്ധപ്പെട്ടതാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 and 2 കറക്റ്റ്. 1 and 2 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ കരിക്കുലം ഡിസൈൻ ഫോർ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി, ഡിസ്കഷൻ, പ്രോജക്റ്റ് ആൻഡ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ആക്ടിവിറ്റി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി. അപ്പോൾ ആക്ടിവിറ്റി നേരിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആക്ടിവിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് അതുപോലെ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ, അപ്പോൾ പിന്നീട് ഒരിക്കലും അല്ലെങ്കിൽ റിയൽ വേൾഡ് ആപ്ലിക്കേഷനുമുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ. ഈ ആധുനിക മോഡേൺ മെത്തേഡ്സ് അതായത് ഇപ്പോൾ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ആക്ടിവിറ്റി അല്ലെങ്കിൽ റിയൽ വേൾഡ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയായിട്ടാണ് കുട്ടികളെ എന്ത് ചെയ്യുന്ന റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഈ കരിക്കുലത്തിനകത്ത് ആക്ടിവിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത് മോഡേൺ മെത്തേഡ്സ് അല്ലെങ്കിൽ ICT അതുപോലെ തന്നെ AI ടെക്നോളജി എല്ലാം അഡാപ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ കരിക്കുലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ്സുമായിട്ട് ടീച്ചിങ്ങിന്റെ മോഡേൺ മെത്തേഡ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ തേർഡ് ഓപ്ഷൻ പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി. പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഈ പോയിന്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ രണ്ടും കൂടി ചേർന്നാണ് പറഞ്ഞത്, പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ കരിക്കുലം ഷുഡ് ഇൻക്ലൂഡ് സച്ച് ആക്ടിവിറ്റി ആൻഡ് എക്സ്പീരിയൻസ് വിച്ച് മേ ഫെസിലിറ്റേറ്റ് ഹിസ് നോർമൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഒരു കുട്ടിയുടെ നോർമൽ ഡെവലപ്മെന്റിന് യൂസ്ഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന രീതിയിലായിരിക്കണം എന്ത് കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ കരിക്കുലം ഫോർ ഗേൾസ് ഷുഡ് നാച്ചുറലി ബി ഡിഫറെന്റ് ഫ്രം ദി ബോയ്സ്
ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹാവ് ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ കരിക്കുലം വെറൈറ്റി, അപ്പോൾ ആൺകുട്ടികൾക്കും പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഇവർ മൊത്തത്തിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ വെറൈറ്റി, രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. ആ ബേസിക്സിൽ പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, കരിക്കുലം ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലെക്സിബിളും ആയിരിക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഈ ഒരു പോയിന്റ് ആണ്. ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952-53 recommended a diversified curriculum with core subject at higher secondary stage. അപ്പോൾ ജസ്റ്റ് ആ ഒരു കാര്യം നമുക്ക് ഇതിൽ നോക്കാം. നമ്മുടെ ഈ എക്സാമിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കമ്മീഷനാണ് ഏത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. കാര്യം നമ്മൾ പഠിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ എക്സാം സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹൈസ്കൂൾ എന്നൊരു ലെവൽ പഠിക്കുമ്പോഴത്തേക്ക് ഈ ഒരു കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഓൾസോ നോൺ ആസ് മുതലിയാർ കമ്മീഷൻ, കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം, അത് ബിറ്റ്വീൻ 11 to 17 ഇയേഴ്സ് ഓഫ് ഏജിലായിരിക്കണം കൊടുക്കേണ്ടത് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നവരാണ് ഏത്, സെക്കൻഡറി എഡ്യൂക്കേഷനകത്ത് വരേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 7 ഇയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ജൂനിയർ ഹൈസ്കൂള് 3 ഇയർ ആണ്. 6, 7, 8 ക്ലാസ്സുകളാണ് ജൂനിയർ ഹൈസ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്നത് 9, 10, 11, 12 ആണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ഏരിയയിൽ വരുന്നത് ഹൈസ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്കും 9, 10, 11, 12 ആയിട്ടാണ് അതിൽ ഡിവൈഡ് മുതലിയാർ കമ്മീഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. So, subject for lower secondary education, the commission has suggested mathematics, general science, language, social studies, physical education and art, handicraft and music. അപ്പോൾ ലോവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജൂനിയർ ഹൈസ്കൂളിൽ ലോവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മുതലിയാർ കമ്മീഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ. ലോവർ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജൂനിയർ ഹൈ, ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, കോർ സബ്ജക്റ്റുകൾ ഇത്രയും പഠിപ്പിക്കുക, അല്ലെങ്കിൽ ലാംഗ്വേജ്, സോഷ്യൽ സ്റ്റഡീസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം വരണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലോട്ട് വരുമ്പോഴത്തേക്കും, ഹൈസ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും 9, 10, 11, 12 വരുമ്പോഴത്തേക്കും ഈ ഏരിയകളോട് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ്, സയൻസ്, അഗ്രികൾച്ചർ, ഫൈൻ ആർട്സ്, ഇൻഡസ്ട്രിയൽ സബ്ജക്ട്സ്, കൊമേഴ്ഷ്യൽ സബ്ജക്ട്സ്, ഹോം സയൻസ്. ഈ ഡൈവേഴ്സിഫൈഡ് കരിക്കുലം എന്നൊരു വാക്ക് നമ്മൾ എവിടെ കണ്ടു, ഈ ക്വസ്റ്റ്യനിൽ കണ്ടു. ഡൈവേഴ്സിഫൈഡ് കരിക്കുലം, അപ്പോൾ ഡൈവേഴ്സിഫൈഡ് കരിക്കുലം പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഷുഡ് ബിഗിൻ ഇൻ ദ സെക്കൻഡ് ഇയർ ഓഫ് ദി ഹൈസ്കൂൾ ഓർ ഹയർ സെക്കൻഡറി സ്റ്റേജ്. അപ്പോൾ ഹൈസ്കൂളിൽ വന്നിട്ട് സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്റ്റേജിലോട്ട് എത്തുമ്പോഴാണ് ഏത് ഡൈവേഴ്സിഫൈഡ് കരിക്കുലം, അതായത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റീസ്, സയൻസ്, ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് പോകേണ്ടത് എന്നാണ് ഏത് മുതലിയാർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ കുട്ടികൾ 10th വരെ ഈ കോർ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. ലോവർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 10th വരെ പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡൈവേഴ്സിഫൈഡ് 11th, 12th ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു മുതലിയാർ കമ്മീഷൻ നമുക്ക് നമ്മുടെ എക്സാമിന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. സോ HSIയുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.